ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ശാരദ പറയുന്നു, എടി ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനെ TV കണ്ട് വെറുതെ ഇരിക്കുകയും ആണുങ്ങളെല്ലാം ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. ഇത് കേട്ട് യമുന പറയുകയാണ്, അക്കാര്യത്തില് ഗംഗേച്ചി ഭാഗ്യവതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എത്ര കോൺഫിഡന്റ് ആയിട്ട് വിനീതേട്ടൻ പറഞ്ഞേ. അപ്പൊ ഗംഗ പറയുകയാണ്, എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ അമ്മേ. ഒരു കട്ടൻ ചായ പോലും ഇട്ട് കാണാത്ത ആളാ ബിരിയാണി ഉണ്ടാക്കാൻ പോയേക്കുന്നത്. ചോറും കറിയും കൂടി വെക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് മിക്കവാറും നമ്മള് പട്ടിണിയായിരിക്കും. ഇത് കേട്ട് യമന പറയുകയാണ്, ഇങ്ങനെ നെഗറ്റീവ് ആകാതെ ഗംഗേച്ചി, വിനീതേട്ടൻ ഇപ്പൊ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ബിരിയാണി വെച്ച് ഇങ്ങോട്ട് തരും. അപ്പൊ നില പറയുകയാണ്, വിനീതേട്ടൻ പറഞ്ഞ സമയം ദാ ഇനി ഒരു 10 മിനിറ്റേ ഉള്ളൂ. നല്ല സൂപ്പർ ബിരിയാണി കഴിക്കാൻ എല്ലാവരും റെഡി ആയിക്കോ. ആദ്യം തന്നെയെന്ന് ശാരദ പറയുമ്പോൾ ഒരു പ്ലേറ്റുമായി എവിടേക്ക് വന്ന രാധമ്മ പറയുകയാണ്, എന്റെ പ്ലേറ്റ് ഒക്കെ റെഡിയാണ് കേട്ടോ, നമുക്ക് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നാലോ. അപ്പൊ ഗംഗ പറയുകയാണ്, അച്ഛമ്മേ ഇങ്ങോട്ടിരുന്നോ, അടുക്കളയിൽ നിന്നും കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ വരുന്നതെന്ന് ആദ്യം നമുക്ക് കാണാം. അപ്പൊ ശാരദ പറയുകയാണ്, പറയാൻ പറ്റില്ല, ചിലപ്പോ അച്ഛനെ പോലെ ആയിരിക്കും, പാചകത്തെ പുലിയായിരിക്കും. ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയാൽ ഒരു ചോറ് അടുത്ത ചോറിൽ തൊടത്തു പോലും ഇല്ല. ഈ സമയം അവിടേക്ക് വന്ന കാവേരി നീലയുടെ ഭാവക്കുട്ടി എടുത്ത് എറിഞ്ഞോണ്ട് പറയുന്നു, നാശം പിടിക്കാനായിട്ട് ഇതേ ചവിട്ടി വീണേനെ ഞാനിപ്പോൾ. ഓടിച്ചെന്നതെടുത്ത് നിള പറയുന്നു, അയ്യോ എന്റെ ഡോൾ. അവിടേക്ക് വന്ന കാവേരി പറയുകയാണ്, നിന്റെ ടോയ് ഒക്കെ വേണമെങ്കിൽ ഏതെങ്കിലും അലമാരിയിൽ വെച്ച് പൂട്ടി വെക്ക്, അല്ലാതെ വാതിൽപ്പടിയിലല്ല ഇടേണ്ടത്. ഗംഗ ചോദിക്കുന്നു, എന്താടി കളിപ്പാട്ടം വാങ്ങുന്നത് അലമാരിയിൽ വെച്ച് പൂട്ടാനാ, കളിക്കാനല്ലേ? അപ്പൊ കാവേരി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അതെടുത്ത് ഞാൻ റോഡിൽ ഇറങ്ങി കളിക്കും. ഇത് കേട്ട് നില അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരദ പറയുകയാണ്, അവള് പോയ വഴിക്ക് ആരോടെങ്കിലും മെക്കിട്ട് കയറിയിട്ടുണ്ടാകും, അവരുടെ കയ്യിൽ നിന്ന് 2 കേട്ടിട്ടുണ്ടാകും, ഇനി പിന്നാലെ ആള് വരും. ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് ചോദിക്കാൻ. ഇത് കേട്ട് കാവേരി പറയുകയാണ്, അങ്ങനെയാണെങ്കിലേ അമ്മയുടെ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ല്, ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നതെന്ന് ചോദിക്കാൻ. ഇത് കേട്ട് ശാരദ ചോദിക്കുകയാണ്, അതാരാണ് ഈ ഏട്ടൻ? അപ്പൊ കാവേരി പറയുകയാണ്, അമ്മയുടെ ഒരു സ്വയം പ്രഖ്യാപിത ഏട്ടനുണ്ടല്ലോ, അയാള് തന്നെ. ജയപാലനാണോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, കാവേരി വിശാലിന്റെ കാര്യം വീണ്ടും വീണ്ടും ഇവിടെ എടുത്തിടണ്ട. അപ്പൊ കാവേരി പറയുകയാണ്, വിശാലല്ല, ജയപാലൻ നട്ട വേറൊരു പടിമുള ഉണ്ടല്ലോ, അതിന്റെ കാര്യമാ പറഞ്ഞ. ഇത് കേട്ട് രാധമ്മ ചോദിക്കുകയാണ്, രാഗിണിയോ, അവൾ എത്തിയോ? അപ്പൊ കാവേരി പറയുകയാണ്, ആ എത്തി, വരവറിയിക്കുകയും ചെയ്തു. ദേ ഇങ്ങോട്ട് നോക്കിയേ. രാധമ്മ ചോദിക്കുന്നു, എന്താടി ഇത്, നീ കന്നുപൂട്ടാൻ പോയോ? അപ്പൊ കാവേരി പറയുകയാണ്, കന്നുപൂട്ടാൻ പോയതല്ല, ഒരു കന്നിനെ കണ്ടു വഴിയിൽ വെച്ച്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയാണ് കാവേരി. രാഗിണിയെ കണ്ടതും പ്രശ്നം ഉണ്ടാക്കിയതും രാഗിണി കാവേരിയുടെ ദേഹത്തേക്ക് ചെളി തെറിപ്പിച്ചതുമല്ല. തുടർന്ന് ശാരദ പറയുകയാണ്, മണ്ണ് വാരിക്കളിക്കുന്ന കാലം തൊട്ട് രണ്ടും കൂടെ നേരെ കണ്ടാൽ കീരിയും പാമ്പുവാ. ഈശ്വര, 2 കുടുംബവും തമ്മിൽ ശത്രുതയായ സ്ഥിതിക്ക് ഇനിയും പറയാനുമില്ല. അപ്പൊ കാവേരി പറയുകയാണ്, നോക്കിക്കോ, ഞാനും ഒരു കാറ് മേടിക്കും, അവളുടെ മേലെ ചെളി തെറിപ്പിക്കാൻ മാത്രമായിട്ട്. ഇത് കേട്ട് രാധമ്മ പറയുകയാണ്, കാറൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം, ഇപ്പൊ നീ പോയി കുളിച്ചിട്ട് വാ, ചെടിയുടെ നാറ്റം. ഇത് കേട്ട് കാവേരി അച്ഛമ്മേന്ന് വിളിക്കുമ്പോൾ ശാരദ പറയുകയാണ്, ശരിയാ, ഒരു മണം വരുന്നുണ്ടല്ലേ. അപ്പൊ യമുന പറയുകയാണ്, ഇതെന്തോ കരിഞ്ഞതിന്റെ മണം വരുന്നുണ്ടല്ലോ. കരിഞ്ഞതിന്റെയോന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, അയ്യോ അടി പിടിച്ചു, ബിരിയാണി അടി പിടിച്ചു. അങ്ങനെ ഗംഗ അടുക്കളയിലേക്ക് ഓടി പോകുമ്പോൾ പിന്നാലെ ഓടി പോവുകയാണ് എല്ലാവരും. ഇത് കണ്ട് സംശയത്തോടു കൂടി കാവേരി പറയുകയാണ്, എന്താ ഇവിടെ സംഭവിച്ചേ, ഭൂകമ്പോ? അങ്ങനെ കാവേരിയും അവരുടെ പിന്നാലെ പോവുകയാണ്. ബിരിയാണി അടിക്ക് പിടിച്ചതൊന്നും അറിയാതെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ട് അരികിലിരിക്കുകയാണ് വിനീത്. ഗെയിമിൽ തോറ്റ് ഫോൺ മാറ്റിവെച്ച് വിനീത് പറയുകയാണ്, മൊബൈൽ ഗെയിമിലും മായം, എന്തോ ഒരു മണം വരുന്നുണ്ടല്ലോ, അയ്യോ ബിരിയാണി അടി പിടിച്ചു. അങ്ങനെ അടപ്പെടുത്ത് മാറ്റാനായി തുടങ്ങുന്ന വിനീതിന്റെ കൈ പൊള്ളുകയാണ്. കൈലിയുടെ അറ്റവും കൊണ്ട് അടപ്പെടുത്ത് മാറ്റി വിനീത് പറയുകയാണ്, അയ്യോ കരിഞ്ഞു. ഒരു തവിയെടുത്ത് ബിരിയാണി അടുക്കി പിടിച്ചത് ഇളക്കാനായി ശ്രമിക്കുകയാണ് വിനീത്. വിനീതേട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വരികയാണ് ഗംഗ. പിന്നാലെ യമുനയും നിളയും ശാരദയും രാധമയും അവിടെ കൂടി വരുന്നു. യമുന ദേഷ്യത്തോടു കൂടി വിനീതിനെ നോക്കുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, വിനീതേട്ട എന്താ ഇത്? അപ്പൊ നിള പറയുകയാണ്, ഇതാ ഗംഗേച്ചി, ലോകത്താരും ഇന്നേ വരെ വെക്കാത്ത ഒരു ബിരിയാണി. അപ്പൊ യമുന പറയുന്നു, ഇവിടെയും ഇതാരും കഴിക്കാൻ പോകുന്നില്ല. വിനീത് ടെൻഷനോട് കൂടി എല്ലാവരെയും നോക്കുമ്പോൾ നിള പറയുകയാണ്, ഇത് പാകമായപ്പോൾ ഞാൻ 1 സ്പൂൺ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ, ദുഷ്ടൻ. പ്ലേറ്റും പിടിച്ചു നിൽക്കുന്ന രാധമ്മ പറയുകയാണ്, വിശന്നിട്ട് വയറ്റിൽ പഞ്ചാരിമേളം നടക്കുന്നു. അവിടേക്ക് വന്ന കാവേരി ചോദിക്കുകയാണ്, ആഹാ, ഇന്ന് വിനീതേട്ടന്റെ പാചകമായിരുന്നോ? ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് നിങ്ങൾക്ക് പാഴ്സലും മേടിച്ചു വന്നേനെ. ഇത് കേട്ട് വിനീത് പറയുകയാണ്, ശവത്തിൽ കുത്താതെ കാവേരി. ഇത് കേട്ട് കാവേരി ചിരിക്കുമ്പോൾ ശാരദ പറയുകയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ആണുങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. അരവിന്ദേട്ടനും ഇതുപോലെ തന്നെയായിരുന്നു, വലിയ വീരവാദം പറയും, എന്നിട്ട് അടുക്കളയിൽ കയറും, ഒടുവിൽ ദാ ഇതുപോലെ തന്നെയായിരിക്കും അവസ്ഥ. ശാരദയുടെ നേരെ വിരൽ ചൂണ്ടി ഗംഗ പറയുന്നു, ദേ ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കൂല, ഇതൊന്നും ശരിയാകില്ലെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. അപ്പൊ രാധമ്മ പറയുകയാണ്, ഇവള് പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ചോറെങ്കിലും കഴിച്ച് മിണ്ടാതെ ഇവരുടെ തിരിക്കായിരുന്നു. ഒന്ന് പതറി ശാരദ പറയുകയാണ്, എന്തായാലും കാവേരി നീ പെട്ടെന്ന് പുറത്തു പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വാ, ബിരിയാണി തന്നെ വേണോന്ന് കാവേരി ചോദിക്കുമ്പോൾ വിനീത് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. യമുന പറയുന്നു, എന്റെ പൊന്ന ചേച്ചി, കിട്ടുന്നത് എന്തായാലും മതി, കരിങ്കല്ലെങ്കിൽ കരിങ്കല്ല്, ഇല്ലെങ്കിലേ എല്ലാത്തിനെയും ഞാൻ പിടിച്ചു തിന്നും, അത്രയ്ക്ക് വിശപ്പുണ്ട് എനിക്ക്. കരിഞ്ഞ ബിരിയാണി എടുത്തു കൊടുത്തുകൊണ്ട് വിനീത് പറയുകയാണ്, എന്തായാലും മതിയെങ്കിൽ ഇത് കേട്ട് യമുന പിന്നോട്ടേക്ക് മാറുമ്പോൾ വിനീതേട്ടാന്ന് വിളിക്കുകയാണ് ഗംഗ. പുഞ്ചിരിച്ച്
വിനീത് പറയുകയാണ്, വേണ്ട അല്ലേ, കറുത്തവനായി പോയതുകൊണ്ട് വർണ്ണവിവേചനം അനുഭവിക്കുന്ന പാവം എന്റെ ബിരിയാണി. സാരമില്ല, ഒരു കോംപ്രമൈസിന് ഞാനും തയ്യാറാണ്. തൽക്കാലം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ബിരിയാണി ഞാനും കഴിക്കാം. അങ്ങനെ വിനീത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, എങ്ങോട്ടാ ഇത്ര തിടുക്കത്തില്? അല്ല, ബിരിയാണി കഴിക്കണ്ടേന്ന് വിനീത് ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചോളാം. തൽക്കാലം ബിരിയാണി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് കുളമാക്കിയിട്ട് ഈ കിച്ചൺ ഉണ്ടല്ലോ പഴയ പോലെ ആക്കിയിട്ട് പുറത്തിറങ്ങിയാ മതി. ആ സമയത്ത് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ തരാം. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഗംഗയും പിന്നാലെ പോകുന്നു. വിനീത് പറയുകയാണ്, എങ്ങനെ മിച്ചം വരാനാ, ഒരു ജാഥയ്ക്കുള്ള പെണ്ണുങ്ങളല്ലേ ഉള്ളത്. എന്നാലും അടുക്കള വൃത്തിയാക്കാൻ ഈ പാവം ആൺതരി തന്നെ വേണം. ഇനി സമാധാനമായിട്ട് അല്പം പാട്ട് കേൾക്കാം. തൊഴിൽ വേളകൾ ആനന്ദകരമാവട്ടെ. അങ്ങനെ മൊബൈലിൽ പാട്ടും കേട്ട് അടുക്കള വൃത്തിയാക്കുകയാണ് വിനീത്. പിന്നീട് കാണിക്കുന്നത് രാഗിണി വരുന്നത് കാത്തു നിൽക്കുന്ന ജയപാലൻ ഉറക്കെ ചോദിക്കുന്നു, പ്രവീണ നീ എന്തെടുക്കുക അവിടെ, ഇങ്ങോട്ട് വാ. ഏട്ടാന്ന് വിളിച്ച് പ്രവീണെ അവിടേക്ക് വരുമ്പോൾ ജയപാലൻ ചോദിക്കുന്നു, എടി വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടില്ലേ? അപ്പൊ പ്രവീണ പറയുന്നു, രാവിലെ തന്നെ കല്യാണിയമ്മ വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ടു. അവളുടെ മുറിയൊന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ പ്രവീണ പറയുകയാണ്, അതൊക്കെ ചെയ്തിട്ടുണ്ട് ജയപാലേട്ടാ. ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറി ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് മടക്കി അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ജയപാലൻ ചോദിക്കുന്നു, ഫുഡ്? പ്രവീണ പറയുന്നു, ചോറ് റെഡിയാ. അവൾക്ക് ഇഷ്ടപ്പെട്ട റൈസ്, മട്ടൻ കറി അടുപ്പത്ത് തിളയ്ക്കുന്നു. അവളുടെ ഇഷ്ടം പോലെ മീൻ പറ്റിച്ചും വെണ്ടയ്ക്ക പൊള്ളിച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ജയപാലൻ പറയുകയാണ്, ദേ പിന്നെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ടാപ്പിലൂടെ വെള്ളം വരുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഇവിടെ കേൾക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, ദേ എല്ലായിടത്തും ബൾബും ലൈറ്റും ഒക്കെ തെളിഞ്ഞോണം. ഇത് കേട്ട് പ്രവീണ പറയുകയാണ്, പ്ലംബറും ഇലക്ട്രീഷ്യനും ഒക്കെ വന്ന് ഇന്നലെ ചെക്ക് ചെയ്തതല്ലേ ജയപാലേട്ടാ? അപ്പൊ ജയപാലൻ പറയുകയാണ്, ഇനിയിപ്പൊ ഞാൻ വേറെ വല്ലതും? ഇപ്പൊ പ്രവീണ ചോദിക്കുന്നു, അല്ല ജയപാലേട്ടാ, എനിക്കൊരു സംശയം, രാജകുമാരി ഒന്നും അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നേ, നമ്മുടെ മോള് തന്നെയല്ലേ? അപ്പൊ ജയപാലൻ പറയുന്നു, എടി രാഗിണിയെ എനിക്ക് രാജകുമാരി തന്നെയാ. അവളുടെ ഇഷ്ടത്തിനാ ഇനി ഈ വീട് നടക്കേണ്ടത്. എടി എത്ര കാലമായിടി അവൾ ഇങ്ങോട്ട് വന്നിട്ട്? നമ്മൾ അങ്ങോട്ട് പോയി കാണുകയല്ലേ സാധാരണ പതിവ്. അപ്പൊ പ്രവീണ പറയുകയാണ്, ഇനിയിപ്പോ എന്നും കാണാമല്ലോ, മടക്കമില്ലെന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി എടാ വിശാലെന്ന് ഉറക്കെ വിളിക്കുകയാണ് ജയപാലൻ. അപ്പൊ പ്രവീണ പറയുകയാണ്, അവൻ അവിടെ കാണാൻ ഇരിക്കട്ടെ ജയപാലേട്ടാ, എന്തിനാ വരാന്തയിൽ ഇത്രയും പേരുടെ കാവല്? അപ്പൊ ജയപാലൻ പറയുന്നു, എടി ഹരേ കൃഷ്ണേന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, അത് വാങ്ങിച്ചിട്ടുണ്ടോന്ന് അറിയാനാ. അവിടുത്തെ സ്വീറ്റ്സ് അവൾക്ക് ഇഷ്ടം. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന വിശാല് പറയുന്നു, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അച്ഛാ, ഇനി നേരിട്ട് ചെല്ലേണ്ട, തീരുന്ന മുറക്കി വിളിച്ചാൽ ഡെലിവറി ബോയ് വഴി ഇവിടെ എത്തിക്കാമെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ജയപാലൻ പറയുന്നു, നന്നായടാ. അപ്പൊ പ്രവീണ പറയുന്നു, കുട്ടിയായിരുന്നപ്പോൾ അവൾ എപ്പോഴോ ഹരേ കൃഷ്ണയിലെ സ്വീറ്റ്സ് താല്പര്യം പറഞ്ഞു എന്ന് കരുതി ബാംഗ്ലൂർക്ക് പോകുമ്പോഴും കുറെ കെട്ടിപ്പൊതുങ്ങി പോകും. ഇപ്പതേ ഇവിടെയും നോക്കിക്കോ, ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൾ ഇതൊന്നും തൊട്ടു നോക്കാൻ പോലും പോകുന്നില്ല. അപ്പൊ ജയപാലൻ പറയുകയാണ്, ഒന്ന് പോടി അവിടുന്ന്, ഞാൻ കൊടുക്കുന്നതൊക്കെ എന്റെ മോൾക്ക് രാഗിണിക്ക് അമൃത അമൃത്. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് പ്രവീണയും വിശാലും. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് രാഗിണി. ജയപാലൻ പറയുന്നു, എന്റെ രാഗിണി മോള് വന്നു. രാഗിണി സന്തോഷത്തോടു കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വന്നോന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ജയപാലനും പ്രവീണയും വിശാലും. രാഗിണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജയപാലൻ പറയുന്നു, വാ മക്കളെ. സന്തോഷത്തോടു കൂടി രാഗിണി പറയുന്നു, അച്ഛാ ഹായ് മോം. അങ്ങനെ വിശാലിനും കൈ കൊടുക്കുകയാണ് രാഗിണി. ജയപാലൻ ചോദിക്കുന്നു, അല്ല മോളെ നീ എന്തിനാ കാർ ഓടിച്ചോണ്ട് വന്നേ, ഡ്രൈവറെ കൂട്ടിയാ പോരായിരുന്നോ? അപ്പൊ രാഗിണി പറയുകയാണ്, ഈ ഒറ്റയ്ക്ക് വരുന്നതിന്റെ സുഖേ അതൊന്ന് വേറെ തന്നെയാണ് അച്ഛാ. അപ്പൊ ജയപാലൻ പറയുന്നു, പ്രവീണെ മിഴിച്ചു നിൽക്കാതെ നീ പോയി ആരതി എടുത്തോണ്ട് വാ. ഇത് കേട്ട് പ്രവീണെ അകത്തേക്ക് പോകുമ്പോൾ ജയപാലൻ ചോദിക്കുന്നു, എന്താടി മോളെ നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത്, നീ ഒന്നും കഴിച്ചില്ലേ? അപ്പോൾ രാഗിണി പറയുകയാണ്, വരുന്ന വഴിക്കൊരു ബോർഡ് ഏത്തക്കയും പോത്തിറച്ചിയും എന്നെ മാടി വിളിച്ചതാണച്ചാ, എന്നിട്ട് നീ കഴിച്ചോന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ രാഗിണി പറയുകയാണ്, കഴിച്ചില്ല. ഇത് കേട്ട് ജയപാലൻ പറയുന്നു, കഴിച്ചിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ. എടി പിന്നെ എന്തിനാടി ഞങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരുക്കി തയ്യാറായി കാത്തിരിക്കുന്നത്? പുഞ്ചിരിച്ച രാഗിണി പറയുകയാണ്, ഈ അച്ഛന്റെ ഒരു കാര്യം, കഴിച്ചാലും കുഴപ്പം കഴിച്ചില്ലെങ്കിലും കുഴപ്പം. ഇത് കേട്ട് ജയപാലൻ പറയുന്നു, അത് പിന്നെ അങ്ങനെയല്ലേ എടി, നീയെ ഹോട്ടൽ ഭക്ഷണം കഴിച്ചാ വയറ് ചീത്തയാക്കണ്ടെന്ന് കരുതിയാ കഴിക്കണ്ടെന്ന് പറയുന്നതേ. എന്നാലും എന്റെ മക്കള് വിശന്നിരിക്കുന്നത് ഓർക്കുമ്പോൾ അച്ഛന് വല്ലാത്ത വിഷമമാ. ഇത് കേട്ട് രാഗിണി പറയുന്നു, എന്നാലേ അച്ഛനൊരു കാര്യം ചെയ്യും, ഞാൻ എവിടെയെങ്കിലും യാത്ര പോകുന്നതിനൊപ്പം ഇവിടെ തയ്യാറാക്കുന്ന ഹോംലി ഫുഡൊക്കെ ഇല്ലേ അതും കൂടി വണ്ടിയിലാക്കി എന്റെ കൂടി അങ്ങ് വിട്ടേക്ക്. ഇത് കേട്ട് ജയപാലൻ പറയുകയാണ്, അച്ഛൻ നിനക്ക് വേണ്ടി ചെയ്യുവേ. ഈ സമയം ആരതിയുമായി അവിടേക്ക് വന്ന പ്രവീണ രാഗിണിക്ക് ആരതി ഒഴിയുകയാണ്. വിശാല് ആ ആരതി തട്ട് വാങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി രാഗിണിയെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോവുകയാണ് പ്രവീണയും ജയപാലനും. പിന്നീട് കാണിക്കുന്നത് മൊബൈലിൽ നോക്കിയിരിക്കുന്ന സത്യപാലൻ പറയുകയാണ്, 500 വവ്വാലുകൾ ഉഷ്ണതരംഗത്തിൽ ചത്തു വീണത്രേ. ഇത് കേട്ട് രാജേശ്വരി ചോദിക്കുന്നു, എവിടെ? അപ്പൊ സത്യം പറയുകയാണ്, ഛത്തീസ്ഗഡിലെ കാൺഗർ ജില്ലയില്. കാൺഗറില നമ്മുടെ ഉലുവ കമ്പനിയൊക്കെ. എന്റെ ഉലുവയൊക്കെ എന്തായി കാണുവോ ആവും. അപ്പൊ രാജേശ്വരി പറയുന്നു, ദേ വരുന്നുണ്ട്. അങ്ങനെ രാജേശ്വരി ഉറക്കെ നിവിന് വിളിക്കുകയാണ്. നിവിൻ അരികിലേക്ക് വരുമ്പോൾ രാജേശ്വരി പറയുന്നു, വാ പോകാം. സത്യേട്ടാ എഴുന്നേക്ക്. എങ്ങോട്ടെന്ന് നിവിൻ ചോദിക്കുമ്പോൾ സത്യം പറയുകയാണ്, എടാ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് വരാം. എത്ര നാളായി നമ്മൾ ഒന്നിച്ചൊന്നാ പുറത്തു പോയിട്ട്? നിവിൻ സംശയത്തോടു കൂടി അവരെ നോക്കുമ്പോൾ സത്യം പറയുന്നു, എടാ നീ പേടിക്കണ്ട, ഇത് നിന്നെ പെടുത്താനുള്ള ട്രാപ്പൊന്നുമല്ല. നിനക്ക് ഞങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ലെന്ന് അമ്മ പറഞ്ഞു. എങ്കിൽ നിന്റെ സമയത്തിനൊപ്പം ട്രാവൽ ചെയ്യാനുള്ള ഐഡിയ ഞാനാ മുന്നോട്ട് വെച്ചത്. ഏതായാലും നീ പുറത്തു പോകുമല്ലോ, അപ്പൊ ഞങ്ങളും കൂടി വരാം. ഞാനാണെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്ന് ഉലുവ പോലും ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം പുറത്തോട്ടങ്ങും പോയില്ല. ഇത് കേട്ട് നിവിൻ പറയുകയാണ്,
ഞാൻ പോകുന്ന സ്ഥലമൊന്നും നിങ്ങൾക്കൊന്നും സെറ്റ് ആകില്ല ചാ. എടാ സെറ്റ് ആകുമെന്ന് നമുക്ക് നോക്കാമെന്ന് സത്യം പറയുമ്പോൾ നിവിൻ പറയുകയാണ്, ദേ അമ്മയ്ക്കൊന്നും ഒരിക്കലും സെറ്റ് ആകില്ല, അതുറപ്പാ. പിന്നെ അച്ഛൻ ഛത്തീസ്ഗഡിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഞാൻ എന്തിനാ? നിങ്ങൾക്ക് എന്തേലും മിണ്ടിയും പറഞ്ഞൊക്കെ പൊയ്ക്കൂടെ? ഇത് കേട്ട് സത്യൻ ഒന്ന് പതറി നിൽക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിവിൻ ജയപാലങ്ങളുടെ വീട്ടിലേക്കാ പോകുന്നത്, മര്യാദയ്ക്ക് കൂടെ വന്നു. പുഞ്ചിരിച്ച് സത്യം പറയുകയാണ്, അതെ അതെ, പോകുന്ന കൂട്ടത്തില് ജയപാലന്റെ വീട്ടിലൊന്ന് കയറണം. അണിയനെ കണ്ടിട്ട് എത്ര നാളായടാ. അപ്പൊ നിവിൻ പറയുകയാണ്, ഈ ജയപാലങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഒട്ടുമില്ല. ഇത് കേട്ട് രാജേശ്വരി പറയുന്നു, ദേ നിവിൻ. രാജേശ്വരി തുടങ്ങിയോണ്ട് സത്യം പറയുകയാണ്, നിക്ക്, അതെന്താ? ജയപാലൻ നിന്റെ അമ്മാവനല്ലേ? എടാ നിന്റെ അമ്മയുടെ ഒരേ ഒരു ഏട്ടൻ. ഇത് കേട്ട് നിവിൻ പറയുന്നു, ആയിരിക്കാം, പക്ഷെ പുള്ളിക്കാരൻ എനിക്ക് സെറ്റ് ആകില്ലെന്നാ ഞാൻ പറഞ്ഞേ. ഇത് കേട്ട് രാജേശ്വരി ചോദിക്കുന്നു, എന്താ സെറ്റ് ആകാത്തത്? ഇല്ലെങ്കിൽ ആവണം. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ രാഗിണിയുടെ അച്ഛൻ കൂടിയാ ജയപാലേട്ടൻ. ഇത് കേട്ട് സത്യപാലൻ പറയുകയാണ്, അതെ, രാഗിണിയെ നീ കണ്ടിട്ടും കുറെ നാളായില്ലേ, വാടാ നമുക്ക് പോയിട്ട് വരാം. ഇത് കേട്ട് നിവിൻ പറയുകയാണ്, അച്ഛ പ്ലീസ്, രാഗിണിയെ ഞാനിപ്പോ കണ്ടിട്ട് എന്തിനാ? എനിക്കൊരു അർജന്റ് കാര്യമുണ്ട് അച്ഛാ, പ്ലീസ് ഞാൻ പോയിക്കോട്ടെ. നിങ്ങൾ രണ്ടാളും കൂടി ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോയി അടിച്ചു പൊളിച്ചു വാ, അത് കഴിഞ്ഞ് കാണാം നമുക്ക്. ശരി എന്നാൽ പോട്ടെ അമ്മേ. ഓക്കെ ബൈ എന്ന് പറഞ്ഞ് നിവിൻ അവിടെ നിന്ന് പോകുമ്പോൾ രാജേശ്വരി പറയുന്നു, നിവിൻ നിക്കടാ. നിവിൻ അവിടെ നിൽക്കാൻ. നിവിൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. സത്യപാലൻ പറയുന്നു, ഒരാൾ ഒരു വഴിക്ക് പോകാൻ നിശ്ചയിച്ചുറപ്പിച്ച പിന്നെ പിന്നാലെ പോയി തടയാൻ ശ്രമിക്കരുത് രാജി, നമ്മൾ നാണം കിടും. അല്ല പോകുന്നില്ലേ? അപ്പൊ രാജേശ്വരി പറയുകയാണ്, സത്യേട്ടൻ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. അങ്ങനെ രാജേശ്വരി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാവേരിക്ക് ഒരു സാരിയും വാങ്ങി ബൈക്കിലിരിക്കുന്ന നിവിൻ മനസ്സിൽ പറയുന്നു, എടോ കാവേരി, തനിക്ക് ഈ നിവിൻ തരുന്ന ഒരു ഗിഫ്റ്റാ ഈ സാരി. ഇത് നേരിട്ട് തന്റെ കയ്യിലേക്ക് തന്നിട്ട് പകരം കവളത്തൊരു ഉമ്മ വാങ്ങാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, ആള് താനായതുകൊണ്ട് ചെവിക്കുറ്റി നോക്കി അടി കിട്ടുമെന്നുള്ള ഭയം കൊണ്ടാ തൽക്കാലം ഇത് തന്റെ അനിയത്തിയുടെ കയ്യിൽ തന്നുവിടുക. അവളായിക്കോട്ടെ നമ്മുടെ ഹംസം. അങ്ങനെ നിവിൻ കോളേജിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. കോളേജിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന യമുനയുടെ ഫ്രണ്ട് പറയുന്നു, എടി അങ്ങോട്ട് നോക്കി, ഇത് നമ്മുടെ മറ്റേ കക്ഷിയല്ലേ, നിന്നെ വിശാലിന്റെ ഫാം ഹൗസിൽ നിന്ന് രക്ഷിച്ച വീരനായകൻ. അപ്പൊ യമുന പറയുന്നു, അതെ നിവിനേട്ടൻ. നിവിനേട്ടൻ ഇവിടെ എന്താണാവോ? അപ്പൊ അദീന പറയുകയാണ്, ഇവിടെ എന്താന്നോ നിനക്കറിയില്ല അല്ലേ? ഇല്ലാന്ന് യമുന പറയുമ്പോൾ അദീന പറയുകയാണ്, ഇതിപ്പോ പൂമ്പാറ്റ വരുന്നത് എന്തിനാണെന്ന് പൂവിനറിയില്ല എന്ന് പറയുന്നത് പോലെ ആണല്ലോടി കള്ളി. അപ്പൊ യമുന ചോദിക്കുന്നു, എന്താടി പൂമ്പാറ്റയും പൂവും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ട് അദീന പറയുന്നു, എടി മതി കണ്ണടച്ച് പാല് കുടിച്ചത്. ഈ നേരത്തെ ആ ചേട്ടൻ വന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ അത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാ. യമുന ചോദിക്കുന്നു, എന്നെ എന്തിനാ കാണുന്നേ? അങ്ങനെ നിവിനെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് യമുന. അദീന യമുനയെ ശ്രദ്ധിക്കുന്നുണ്ട്. തോളിൽ തട്ടി യമുന പറയുന്നു, ഒന്ന് പോടി കുരങ്ങത്തി. അപ്പൊ അദീന പറയുകയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം അത് തന്നെയാ. തന്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ കാമുകന്റെ ലുക്കില്ലേ നോക്കിയ ആ മുഖത്ത് ഉണ്ടോന്ന് യമുന ചോദിക്കുമ്പോൾ അദീന പറയുകയാണ്, അതേ ഉള്ളൂ. ഒന്ന് പൊടിയെന്ന് യമുന പറയുമ്പോൾ അദീന പറയുകയാണ്, കണ്ടോ പെണ്ണിന്റെ ഒരു നാണം. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. എടി നിന്റെ ആ കിഡ്നാപ്പിംഗ് സ്റ്റോറി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, കക്ഷിക്ക് നിന്നോടൊരു സൈഡ് വലിവുണ്ടോന്ന്. നിന്റെ ചേച്ചിമാരും വിനീതേട്ടനും ഒക്കെ നിന്നെ അന്വേഷിച്ച് ഉറക്കം അടച്ച് നടക്കുന്നത് മനസ്സിലാക്കാം. ഈ കക്ഷിക്ക് എന്തിന്റെ കേടായിരുന്നു അതിനോടൊപ്പം നടക്കാനും സ്വന്തം വണ്ടിക്ക് പെട്രോൾ അടിച്ച് അല്ലെങ്കിൽ തിരിയാനും ഒക്കെ. ക്ലൈമാക്സില് സ്വന്തം കസിന്റെ കുത്തിരി പിടിച്ച 4 പൊട്ടിച്ചേന്നോർക്കണം. സ്വന്തം അമ്മയും അമ്മാവനെയൊക്കെ പിണക്കി അങ്ങനെ ഒരു സാഹസത്തിന് മുതിരണമെങ്കിൽ മറുവശത്ത് ശക്തമായ ഒരു പ്രലോഭനം തന്നെ ഉണ്ടാകണ്ടേ. ഇത് കേട്ട് യമുന പറയുകയാണ്, എന്തു പ്രലോഭനം? ഇത് കേട്ട് അദീന പറയുകയാണ്, നീ കേട്ട് അങ്ങനെ സുഖിക്കണ്ട, ഒന്നാന്തരം പുളിങ്കൊമ്പ പിടിച്ചാ നിനക്ക് കൊള്ളാം. നിനക്ക് വേണ്ടെങ്കിൽ എന്റെ കോർട്ടിലേക്ക് തട്ടിയേക്ക്, പൊന്നുപോലെ ഞാൻ ഏറ്റെടുത്തോളാം. ഇത് കേട്ട് യമുന പറയുകയാണ്, അയ്യടാ. അപ്പൊ അദീന ചോദിക്കണം, ഇപ്പൊ അങ്ങനെയായോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അദീനയുടെ ഒപ്പം നിവിന്റെ അരികിലേക്ക് നടന്നു വരികയാണ് യമുന. അരികിലേക്ക് വന്ന അദീന ചോദിക്കുന്നു, നിവിനേട്ടൻ എന്താ ഇവിടെ? ഒന്ന് ബദറിയ നിവിൻ പറയുകയാണ്, അത് ഞാൻ യമുനെ ഒന്ന് കാണാനായിട്ട്. അദീന പറയുകയാണ്, യമുനെ കാണാനോ? എന്തെങ്കിലും പറയാനായിരുന്നെങ്കിൽ അത് ഫോണിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നിവിനേട്ടാ. കയ്യിലിരിക്കുന്ന ഡ്രസ് എടുത്ത് നീട്ടിക്കൊണ്ട് നിവിൻ പറയുകയാണ്, അത് ഇത് കൊടുക്കാൻ കൂടി വേണ്ടിയാ, യമുന ഇത് വാങ്ങണം. യമുന സന്തോഷത്തോടു കൂടി അത് വാങ്ങുമ്പോൾ അദീന ചോദിക്കണം, എന്താ നിവിനേട്ടാ ഇത്? അപ്പൊ നിവിൻ പറയുന്നു, അത് ഒരു സാരി. യമുന ചോദിക്കുന്നു, സാരിയോ? ആർക്ക്? അപ്പൊ അദീന പറയുകയാണ്, എന്ത് മണ്ടൻ ചോദ്യം അടി ഇത്, നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്കല്ലേ സാരിയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നേ. നിവിനേട്ടൻ അങ്ങനെ സ്നേഹിക്കുന്നത് ആരെയാ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ഒരു മരം വണ്ടി തന്നെയാ. അല്ല നിവിനേട്ടാ. പുഞ്ചിരിച്ച നിവിൻ പറയുകയാണ്, അതെ. യമുന പുഞ്ചിരിച്ച നിവിനെ നോക്കുമ്പോൾ നിവിൻ പറയുകയാണ്, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാ അദീന പറഞ്ഞത്. എന്റെ വലിയൊരു ടെൻഷൻ നീങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. യമുന നാണത്തോടു കൂടി പുഞ്ചിരിച്ച് ആ സാരിയിലേക്കൊന്ന് നോക്കിയിട്ട് നിവിനെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാത്രി കാവേരി അറിയുകയാണ്, യമുനയുടെ കയ്യിൽ നിവിൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഗംഗയുടെ അരികിലേക്ക് വന്ന യമുന ആ സാരി ഗംഗയെ കാണിക്കുകയും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാരി വെച്ച് നോക്കുകയൊക്കെയാണ്. അരികിലേക്ക് വന്ന കാവേരി ആ സാരി വാങ്ങി നോക്കുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചി എന്ന് യമുന ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, കൊള്ളാം, പക്ഷേ ഇത് തിരിച്ചു കൊടുക്കണം. ഗംഗ ചോദിക്കുന്നു, തിരിച്ചു കൊടുക്കാനോ? അപ്പൊ കാവേരി പറയുകയാണ്, സാരിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ എന്തിനാ ഗംഗേച്ചി ആവശ്യമില്ലാതെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നത്? ഇത് കേട്ട് ടെൻഷനോടുകൂടി ഇങ്ങി തന്നേന്ന് പറഞ്ഞ് ആ സാരി പിടിച്ചു വാങ്ങിക്കുകയാണ് യമുന. യമുന എന്ന് വിളിച്ച് കാവേരി ആ സാരിയിൽ മുറുകെ പിടിക്കുമ്പോൾ താന്ന് പറഞ്ഞ് യമുന അത് പിടിച്ചു വാങ്ങിക്കുകയാണ്. കണ്ണു
അതറിഞ്ഞ് കാവേരി പറയുന്നു, നീ അത് പിടിച്ചു പറിക്കുകയൊന്നും വേണ്ട മോളെ, നിനക്ക് ഇഷ്ടമുള്ളത് വിട്ടു തരികയുള്ളൂ ഈ ചേച്ചി. നീ സേഫ് ആയിരിക്കണമെന്ന് കരുതിയാ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ കാവേരി കണ്ണീര് തുടയ്ക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്